ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന പോലെ ഇന്ന് ഞങ്ങളുടെ ഏഴാം ഉത്സവമാണ്. ഏഴാം ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളി അമ്മയുടെ കല്യാണം. അതായത് ഞാൻ ആദ്യമേ കാണിച്ചു തന്ന തോറ്റംപാട്ടുകാരുടെ കഥയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ ഓരോ ദിവസത്തെ ഉത്സവങ്ങളും. അതിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏഴാം ഉത്സവം എന്ന് പറയുന്നത്. അന്ന് ഭദ്രകാളി അമ്മയ്ക്ക് മാല ചാർത്തിയുള്ള കല്യാണമാണ്. അതിനു മുന്നേ ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ ഈ ഒരു ആൽമരത്തിൻ്റെ കഥ പറയാം. ഈ ആൽമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വടക്കൻകോവിൽ അമ്പലത്തിൻ്റെ മുന്നിലുള്ള ഒരു അരയാലാണ്. ഈ അരയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും ഉണ്ടൊരു കഥ പറയാൻ. ഈ അമ്പലം പണ്ട് ഇതുപോലൊന്നും അല്ലായിരുന്നു, ഒരു കുഞ്ഞ് അമ്പലമായിരുന്നു. ആ അമ്പലം പണിയുന്ന സമയത്ത് നമ്മളുടെ അച്ചാച്ചൻ അവിടുത്തെ പൂജകൾ ചെയ്യാൻ പോവുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരാലിങ്ങനെ വളരുന്ന കണ്ടുകൊണ്ട് അത് അരയാല, അത് കളയണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് പറിച്ചെടുത്തുകൊണ്ട് നട്ടു. അത് നട്ടത് അച്ചാച്ചനും ഏട്ടനും പിന്നെ ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട്, രാജേന്ദ്രൻ എന്നാണ് പേര്. ചേട്ടനും ഫാമിലിയും UK-യിലാണ്. ആ ചേട്ടനും കൂടിയാണ്. അങ്ങനെ ഈ ആല് കണ്ടപ്പോൾ ഏട്ടന് ഓർമ്മ വന്നു. ഏട്ടനും രായണനും അച്ചച്ചനും കൂടെ നട്ട ആല. അപ്പോൾ ഒരു 10-24 വർഷത്തെ പഴക്കം കാണും. അങ്ങനെ ഇനി നമുക്ക് നമ്മളുടെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ നാട്ടിലുള്ള സകലമാന ആളുകളും ദേവിയുടെ വിവാഹം കാണാൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തോറ്റംപാട്ട് പാടുന്നവർ പോയി ആദ്യമേ മാലയെല്ലാം പൂജിച്ച് അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അത് കഴിഞ്ഞ് ഇവർ തോറ്റംപാട്ടിലെ ആ വിവാഹത്തിൻ്റെ സമയത്തുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കെ അവരുടെ അടുത്തൊരു ദേവീ സങ്കല്പം കാണും. അവിടെ കർപ്പൂരം കത്തിക്കും. ആ കർപ്പൂരം കത്തിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഇവിടെ ആരാണോ ആ കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത കാരണവർ, അവർ ദേവിക്ക് മാല ചാർത്തും. അങ്ങനെ ദേവിയുടെ കല്യാണം നടന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പുരവീടും പ്രാർത്ഥിക്കും. ആ സമയത്ത് നമ്മളുടെ തിരുമേനി അകത്ത് നിന്ന് ആരതി ഒഴിഞ്ഞ് കൊണ്ടുവന്ന് ദേവിയും ആരതി ഒഴിയും. അങ്ങനെ അന്ന് ദേവിയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊലിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇപ്പം അതിനെപ്പറ്റി വലിയ ഐഡിയ കാണുമെന്ന്. അതായത് പൊലിവ് കൊടുക്കാം. അതായത് നമ്മളെല്ലാവരും കല്യാണത്തിന് വന്നതല്ലേ. അപ്പോൾ കല്യാണത്തിന് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ കല്യാണത്തിന് ചെല്ലുമ്പോൾ. അങ്ങനെ ദേവിയുടെ കല്യാണം കാണാൻ വന്നവരെല്ലാം അവിടെ പൊലിവ് കൊടുത്ത് സമർപ്പിക്കും. അത് കഴിഞ്ഞ് ആദ്യത്തെ ജീവതി എടുത്തുള്ള അൻപൊലിയായിരുന്നു നമ്മുടെ അമ്പലത്തിൽ. അത് അമ്പലത്തിനകത്ത് തന്നെ ആയിരുന്നു അൻപൊലി. അത് പൂക്കൾ അൻപൊലി എന്ന് പറയുവേ. സാധാ അൻപൊലി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പൂക്കൾ അൻപൊലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു വ്യത്യസ്തമായ അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ. അതായത് വലിയൊരു പൂക്കളമിട്ട് നമ്മളുടെ ദേവി താളമേളങ്ങളുടെ അകമ്പടിയോടെ അവിടെ നൃത്തം ആടുകയാണ് ചെയ്യുന്നത്. ഈ നൃത്തം ആടുമ്പോൾ ഈ പൂക്കളെല്ലാം മായ്ക്കും കാലുകൊണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോരോ താളമൊക്കെ ഉണ്ട് ഇടുന്നത്. ആ താളം മാറുന്നതനുസരിച്ച് ദേവി ചുവട് വെക്കുന്നത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ദേവിയെ തോളിലേറ്റുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അമ്പലത്തിലെ തിരുമേനിമാരാണ്. അപ്പം അവർ ഈ താളം മാറുന്നതനുസരിച്ച് അവരും നൃത്തച്ചുവട് വെച്ച് അവസാനം അവർക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതോടുകൂടെ നമ്മുടെ അൻപൊലി അവിടെ അവസാനിക്കുക. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊരു 5 മിനിറ്റിലോ 6 മിനിറ്റിലോ നടക്കുന്ന കാര്യമല്ല. മണിക്കൂറുകളോളം നിന്നാണ് അവർ ഈ നൃത്തം ചവിട്ടുന്നതും അവർക്ക് അനുഗ്രഹം കിട്ടുന്നതും. കഴിഞ്ഞ ദിവസത്തെ അൻപൊലി കഴിയുമ്പോൾ ഏകദേശം 11 മണിയോളമായി. അത്രയും നേരം ഞങ്ങളവിടെ നിന്നുകൊണ്ടിരിക്കുമായിരുന്നു ദേവി അനുഗ്രഹിക്കുന്നത് കാണാൻ. അങ്ങനെ ചുവട് വെച്ച് മേളക്കാരും അതനുസരിച്ച് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്നങ്ങ് തുള്ളാൻ തോന്നും. അതുപോലത്തെ ഒരു അനുഭൂതിയാണ്. അങ്ങനെ അവസാനം ദേവിയുടെ അനുഗ്രഹം കിട്ടുവാണ്. ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതോടുകൂടെ
ആ തിരുമേനി അവരുടെ ഇത് ബോധം അങ്ങ് പോവും. അവരെ പിന്നെ നമുക്ക് പിടിച്ചാലൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ ദേവിയെ അവിടെ ഒരു പീഠം കൊണ്ടുവന്ന് അതിനകത്ത് ഇരുത്തും. അതോടുകൂടെ അൻപുലിയുടെ ചടങ്ങുകൾ തീരും. പിന്നെ പറ നിറച്ച് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞാനും അമ്മയും അതെല്ലാം കണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.